അതേസമയം ഒന്നിലേറെ ശത്രുക്കളായി പോരാടി നിൽക്കാൻ കഴിവുള്ള സൂപ്പർ പവർ ആയിട്ടായിരുന്നു ഇസ്രായേൽ നടിച്ചിരുന്നത്. പക്ഷെ അതാണോ യാഥാർത്ഥ്യം? അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേലിന് ഒരു യുദ്ധത്തിലെങ്കിലും നീണ്ടകാലം ഏർപ്പെടാൻ സാധിക്കുമോ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേലിന്റെ സൈനിക ശേഷി സംബന്ധിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഒരു പ്രസ്താവനയാണ്. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ബഹുമാനിക്കാത്തത് ഏക സഖ്യകക്ഷിയായ അമേരിക്കയെ എതിർക്കുന്നതിന് സമാനമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വാൻസിന്റെ ആ വാക്കുകൾ. മാത്രമല്ല, ഇസ്രായേലിന്റെ സംരക്ഷണ കവചമൊരുക്കുന്ന പ്രതിരോധ ആയുധങ്ങളിൽ 2/3 ഭാഗവും US നിർമ്മിച്ചതാണെന്നും അമേരിക്കൻ നികുതിദായകരാണ് അതിന് ധനസഹായം നൽകുന്നതെന്നും അദ്ദേഹം ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളായാൽ ഇസ്രായേലിന് സ്വന്തമായി സൈനിക ശക്തി നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇതോടുകൂടി ഉയർന്നിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വികസിത പ്രതിരോധ വ്യവസായ രാജ്യങ്ങളിൽ ഒന്നായ ഇസ്രായേൽ എല്ലാ വർഷവും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ സൈന്യം കൂടുതലും ആശ്രയിക്കുന്നത് അമേരിക്കയാണ്. 1948 ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ട ശേഷം 12 ലക്ഷം കോടിയിലധികം രൂപയുടെ സൈനിക സഹായമാണ് അമേരിക്ക നൽകിയിട്ടുള്ളത്. 2019 മുതലുള്ള കണക്കെടുത്താൽ 35,800 കോടി രൂപയാണ് പ്രതിവർഷം അമേരിക്ക നൽകി പോരുന്നത്. ഈ പണം ഉപയോഗിച്ചാണ് ഇസ്രായേൽ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. ഈ ഫണ്ടിങ്ങിന്റെ ഉദ്ദേശവും അതുതന്നെയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ പ്രകാരം ഇങ്ങനെ ലഭിക്കുന്ന തുകയുടെ ഭൂരിഭാഗവും അമേരിക്കൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്കായിട്ടാണ് ചെലവഴിക്കേണ്ടത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ US സൈനിക സഹായം ഇസ്രായേൽ സൈന്യത്തെയും അമേരിക്കൻ പ്രതിരോധ വ്യവസായത്തെയും ഒരേ സമയം ശക്തിപ്പെടുത്തുന്നതാണ്. ഇസ്രായേലിന്റെ വ്യോമസേന എടുത്താൽ അവിടെയും അമേരിക്കൻ ആശ്രിതത്വം തെളിഞ്ഞു കാണാവുന്നതാണ്. ഇസ്രായേൽ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ മുൻനിര യുദ്ധവിമാനങ്ങളും അമേരിക്കൻ നിർമ്മിതമാണ്. അവർക്ക് ദീർഘദൂര ദൗത്യങ്ങൾ നടത്താനൊക്കെ അനുവദിക്കുന്നത് ഈ യുദ്ധവിമാനങ്ങളാണ്. എന്തിനേറെ പതിവ് അറ്റകുറ്റപ്പണികൾ പോലും അമേരിക്കൻ സ്പെയർ പാർട്സ് എഞ്ചിനുകൾ, റഡാർ സംവിധാനങ്ങൾ എന്നിവയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അമേരിക്കൻ പ്രിസിഷൻ ഗൈഡഡ് ബോംബ് കിറ്റുകൾ, നിരവധി നൂതന മിസൈലുകൾ എന്നിവയും ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്. ഇറാനുമായി നടന്ന 12 നാൾ യുദ്ധത്തിൽ ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ആവശ്യമായ കൂറ്റൻ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഇസ്രായേലിനില്ലായിരുന്നു. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ആവശ്യമായ കൂറ്റൻ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഇസ്രായേലിനില്ലായിരുന്നു എന്നതും പിന്നീട് അമേരിക്ക തന്നെ രംഗത്തിറങ്ങിയതുമെല്ലാം ഈ ആശ്രയത്തിന്റെ ചില ഉദാഹരണങ്ങളാണ്. ഇസ്രായേലിലെ പ്രശസ്തമായ അയൺ ഡോം മിസൈൽസ് പ്രതിരോധ സംവിധാനം പോലും പൂർണ്ണമായും സ്വതന്ത്രമല്ല. ഇസ്രായേലിൽ രൂപകൽപ്പന ചെയ്തതാണെങ്കിലും അമേരിക്കൻ പ്രതിരോധ കമ്പനികളുമായി സഹകരിച്ചാണ് ഇസ്രായേൽ ഇത് നിർമ്മിക്കുന്നത്. ഈ പദ്ധതിയിൽ അമേരിക്ക കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചിട്ടുമുണ്ട്. കൂടാതെ നിരവധി ഇന്റർസെപ്റ്റർ മിസൈലുകളും US നിർമ്മിക്കുന്നത്. കനത്ത ആക്രമണങ്ങൾ നേരിടുന്ന സമയങ്ങളിൽ ഇസ്രായേലിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് പോലും അമേരിക്കയുടെ സഹായം അവർക്ക് ആവശ്യമാണ്. പലപ്പോഴും ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളെ തടയുന്നത് അമേരിക്കയുടെ താഡ്, പേട്രിയറ്റ് പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. ചുരുക്കത്തിൽ സ്പെയർ പാർട്സ്, വെടിക്കോപ്പുകൾ, സൈനിക ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നത് അമേരിക്ക നിർത്തിയാൽ ഇസ്രായേലിന്റെ യുദ്ധശേഷി അതിവേഗം ഇല്ലാതാകുമെന്നാണ് സൈനിക വിശകലന വിദഗ്ധർ വാദിക്കുന്നത്. അറ്റകുറ്റപ്പണികളുടെ കുറവ് കാരണം വിമാനങ്ങൾ പോലും ഓടില്ല. കൂടാതെ ദീർഘകാല സംഘർഷം ഉണ്ടായാൽ ഇസ്രായേലിന്റെ ബോംബുകളും മിസൈലുകളും പോലും തീർന്നു പോയേക്കാം. കാരണം അവ വേഗത്തിൽ പുനർനിർമ്മിക്കാനുള്ള വ്യാവസായിക ശേഷി അവർക്കില്ല. പറഞ്ഞു വരുന്നത് സിമ്പിളാണ്. അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ എന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു സൈനിക ശക്തിയെ അല്ല. ചെറിയ സംഘർഷങ്ങളൊക്കെ നേരിടാൻ ഇസ്രായേലിന് സാധിച്ചേക്കാം. പക്ഷെ ഒരു ദീർഘകാല യുദ്ധത്തിന് അമേരിക്കയുടെ പിന്തുണ അവർക്ക് അത്യാവശ്യമാണ്. അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വാൻസ് ഇവിടെ ചെയ്തിരിക്കുന്നത്.